എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് GCD കോയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാനുകളെ കുറിച്ച് സംസാരിക്കാനാണ്. ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നത് GCDയുടെ ഫൗണ്ടറായ ജയകുമാർ സാറാണ്. GCDയെ കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവർ താഴെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. GCDയുടെ 7ാമത്തെ പ്രൊജക്റ്റാണ് ട്രാവൽ ആൻഡ് ടൂറിസം. നമുക്കറിയാം, ഇന്ന് ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ജനങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്യുകയും ടൂറിസം എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ വളരെയധികം വലിയ സാധ്യതയുള്ളത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, പണ്ടത്തെ പോലെ അല്ല, ജനങ്ങൾ വളരെയധികം അധ്വാനിക്കുകയും അതിനോടൊപ്പം തന്നെ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള നിലയ്ക്കാണ് ജനങ്ങൾ ടൂറിസം കാണുകയും അവരെ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് പല ആൾക്കാരും ഇപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നിട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയിലുള്ള ആൾക്കാർ മലേഷ്യ, സിംഗപ്പൂർ അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇത്തരം ഒരു ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധി സാധ്യതകളാണ് ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആൾക്കാർ അത് കാണുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പൊ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന ഒരു മേഖല കൂടി നമ്മൾ തിരഞ്ഞെടുക്കുമ്പം ഇന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ട്രാവൽ ആൻഡ് ടൂറിസം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് നമുക്ക് നിരവധി സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിലും കേരളത്തിന്റെ ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലങ്ങൾ തന്നെ ടൂറിസം മേഖലയ്ക്ക് ഒത്തിരി സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം സാധ്യത ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടും ലോകത്തേക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് കൂടുതൽ ആൾക്കാരെ നമുക്ക് കേരളത്തിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ആകർഷിക്കാനും പറ്റുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്താൽ ടൂറിസം മേഖലയെ വലിയൊരു മാറ്റം അതിലൂടെ നമുക്ക് നല്ലൊരു സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ സാഹചര്യം മുൻനിർത്തിയിട്ടാണ് നമ്മൾ GCDയുടെ 10 പ്രൊജക്റ്റിൽ ഒരു പ്രൊജക്റ്റ് ട്രാവൽ ആൻഡ് ടൂറിസമായിട്ട് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാം, ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫ്ലൈറ്റ് സർവീസ് ആണെങ്കിലും ട്രെയിൻ സർവീസ് ആണെങ്കിലും അതുപോലെ മറ്റു ദൂര യാത്ര ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ചില മേഖലകളും കൂടി നമ്മൾ കൈകാര്യം ചെയ്താൽ GCD ടോക്കൺ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ അവിടെയെല്ലാം തന്നെ നമ്മുടെ GCD ടോക്കൺ ഉപയോഗിക്കുന്ന വഴി നിരവധി സാമ്പത്തിക നേട്ടവും അതിനോടൊപ്പം തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് ഇതിന്റെ വരുമാന സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ഇതിനെല്ലാം ഉതകുന്ന രീതിയിലാണ് ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തെ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഇന്ന് പല വ്യക്തികളാണ് ഈ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ കാര്യം ചെയ്യുന്നത്. എന്നാൽ നമ്മളെപ്പോലുള്ള ഒരു ജനീയ പ്രസ്ഥാനത്തിന് അധിക ലാഭം നോക്കാതെ വിവിധ രാജ്യങ്ങളിൽ സന്ദർശിക്കുവാനും അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ കാഴ്ചകളൊക്കെ കാണാനും അവർക്ക് ധൈര്യമായിട്ട് നമ്മളെ ആശ്രയിച്ചുകൊണ്ട് പോകാനും സാധിക്കും. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു വ്യവസായം എന്നതിലുപരി നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള മേഖലയിലേക്ക് അവർക്ക് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരികയും അവർക്ക് ഈ മേഖലയിലൂടെ വരുമാനം നേടിയെടുക്കുന്ന രീതിയിലേക്കും കൂടിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവർ പറയുന്ന അല്ലെങ്കിൽ നമുക്ക് ചെലവഴിക്കേണ്ട പൈസയിൽ നിന്നും തിരിച്ച് നമുക്ക് ഒരു രൂപ പോലും കിട്ടാറില്ല. പക്ഷെ GCD ടോക്കണിന്റെ മെമ്പർ ആയി കഴിഞ്ഞാൽ ഇത്തരത്തില് നിരവധി സാധ്യതകളും അതുപോലെ അതിനകത്ത് കിട്ടുന്ന വരുമാനവും കൂടി നമ്മൾ ഇതിനകത്തുള്ള മെമ്പേഴ്സിനും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു മേഖലയെ കൂടി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാവൽ ആൻഡ് ടൂറിസത്തെ നമ്മൾ കാണുന്നത്.